അതിതീവ്രമായ കാറ്റിന്റെ ശക്തിയെ പ്രതിരോധിക്കാനാവാതെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീണു. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ലിബർട്ടി പ്രതിമയല്ല തകർന്നു വീണത്. ബ്രസീലിന്റെ തെക്കൻ സംസ്ഥാനമായ റിയോ ഗ്രാൻഡി ജോ സൂളിലെ ഗ്വായ്ബയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന 24 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ തകർപ്പാണ് തകർന്നു വീണത്. മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതോടെയാണ് പ്രതിമ നിലം പതിച്ചത്. 2020 സ്ഥാപിച്ച ഈ പ്രതിമ 11 മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് അടിത്തറയിലാണ് നിന്നിരുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ആദ്യം പ്രതിമ പതുക്കെ ചരിയുകയും അധികം വൈകാതെ താഴെയുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് തകർന്നടിഞ്ഞ് വീഴുന്നതുമായാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കുകളോ കാര്യമായ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമായി. അടുത്തുള്ള സ്റ്റോർ ജീവനക്കാരും സംഭവത്തിന്റെ ദൃക്സാക്ഷികളായി നിന്നവരും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഉടനെ തന്നെ സംഭവ സ്ഥലത്തു നിന്ന് മാറ്റിയത് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത് തടഞ്ഞു എന്ന് വേണം കരുതാൻ. ഗ്വൈബ മേയർ മാർസെല്ലോ മറനാട്ടയും സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ സ്പീഡിൽ അടിച്ച കാറ്റാണ് അപകടത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കിയ അടുത്തുള്ള ഹവാൻ സ്റ്റോർ ജീവനക്കാരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ ഈ പ്രദേശത്തു നിന്നും എല്ലാവരെയും മാറ്റി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചതായാണ് ഹവാൻ കമ്പനി ജീവനക്കാർ പറയുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിമയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ ആരംഭിച്ചുവെന്നും സ്റ്റോറിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതെ തുടരുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത ചൂടിന് ശേഷം വന്ന തണുത്ത കാലാവസ്ഥയെ തുടർന്നുണ്ടായ സമ്മർദ്ദം മൂലമാണ് ശക്തമായ കാറ്റ് രൂപപ്പെട്ടത്. ശക്തമായ കാറ്റ്, അപകട സാധ്യതകൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ച് താമസക്കാർക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് കൂടാതെ റിയോ ഗ്രാൻഡി ദോ സൂളിലെ മറ്റു നഗരങ്ങളിലും ശക്തമായ കാറ്റുണ്ടായി. ടിയോ ഹ്യൂഗോയിൽ ആലിപ്പഴം വീണതായും മറ്റു പ്രദേശങ്ങളായ പാസോ ഫുണ്ടോ, വെറാക്രൂസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ലെജിഡോയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും വലിയ വൈദ്യുതി തടസ്സമോ മറ്റു സേവന തടസ്സങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും സ്വന്തമായി ഒരു ലിബർട്ടി പ്രതിമ നിർമ്മിച്ച ബ്രസീലിന് കാറ്റ് മൂലം അത് നഷ്ടമായിരിക്കുകയാണ്. ഈ അപകടം ആൾനാശം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ബ്രസീൽ ജനതയ്ക്ക് വലിയ സങ്കടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.